അപ്പോൾ ഈ ഫുട്ബോൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാർട്ട് 2 എന്ന ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നപ്പോൾ മുക്കാൽ ആളുകളും ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ്, നിങ്ങൾക്കതിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഗുണമില്ല, അപ്പോൾ ഈ പാവപ്പെട്ട എനിക്കാണ് ഗുണമുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒട്ടും ടൈം കളയാണ്ട് വീഡിയോയിലോട്ട് വേഗം തന്നെ പോവുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പാർട്ട് 1 വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇത് പാർട്ട് 2 ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുക. അപ്പോൾ പാർട്ട് 2ലും പ്രത്യേകിച്ച് 3 കാര്യമാണ് പറയാനുള്ളത്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ജപ്പാനിൽ ചാൻസ് കൂടുതലുണ്ട്, അതായത് ജപ്പാൻ റീജിയനിൽ ചാൻസ് കൂടുതലുണ്ടോ, അതായത് എപ്പിക്കിനെ കിട്ടാൻ ചാൻസ് കൂടുതലുണ്ടോ എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. ഇതിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ജപ്പാനിൽ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട്, അതിനെക്കുറിച്ച് ഫ്രീ റിവാർഡ്സ് അതൊക്കെ കിട്ടുന്നതിനെക്കുറിച്ചും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തുർക്കിയിലെ റിവാർഡ്സിനെ കുറിച്ചുമാണ്. ഇതിൽ 3 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്ന് പറയുന്നത് ആദ്യം തന്നെ വരുന്നത് ജപ്പാനിൽ സെർവറിൽ നമുക്ക് ചാൻസ് റീജിയൺ ആക്കി കഴിഞ്ഞാൽ ചാൻസ് കൂടുതലുണ്ടോ കിട്ടാൻ അത് പ്ലെയേഴ്സിന്. മെയിനായിട്ട് എന്ന് പറയുന്നത് എന്തായാലും, കാരണം ഞാനൊരു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു VPN ഒരു ഇതായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ആ ഒരു VPN ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജപ്പാനിൽ ഈ ഫുട്ബോൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറച്ചാണ്. അപ്പോൾ രാത്രി സമയത്തൊക്കെ തീരെ ആരും, അതായത് ഈ ഫുട്ബോൾ ഓപ്പൺ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ആ ഒരു നേരത്തൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു നേരത്തൊക്കെ നിങ്ങൾ പരമാവധി ഈ ഒരു ജപ്പാൻ റീജിയണിലാണ് നിങ്ങളുണ്ടെങ്കിൽ സ്പിൻ ഇടാൻ നോക്കുക, കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തതിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞു ജപ്പാനിൽ സെലക്ഷൻ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഈ കാണുന്ന J ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അതിൽ 2 പേരുണ്ട് ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ നമുക്ക് വരും ഇങ്ങനെ തന്നെ പാക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് ജപ്പാൻ സെർവർ അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ J ലീഗ് എന്ന് മന്ത്ലി എന്ന് പറഞ്ഞ് ഒരു പാക്കുണ്ട്. ഈ പാക്കിൽ എന്ന് പറയുന്നത് നമുക്ക് ആരെ വേണമെങ്കിലും സൈൻ ചെയ്യാം. അതായത് 103ഓളം റേറ്റിംഗ് പോകുന്ന ഒരു പാക്കാണ് ഈ പാക്ക് എന്ന് പറയുന്നത്. നോക്കുക, ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. ഇതിൽ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ച് ആരെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തത് തുർക്കിഷിലേക്കാണ് വരുന്നത്. തുർക്കിഷിലെന്ന് പറയുന്നത് ആ ഒരു റീജിയണിൽ, അതേ ഞാൻ മുമ്പൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ പാർട്ടിൽ. അതിൽ എന്ന് പറയുന്നത് ആ ഒരു പാക്ക് ബ്രസീലിയൻ അഡ്വർടൈസ്മെൻറ്റ് റിവാർഡ് എന്ന് പറഞ്ഞുള്ള ആ പാക്ക് അതുമുണ്ട്. അതും കൂടാണ്ട് ഇപ്പോൾ ഇതായത് ഈ ഒരു നേരത്ത് ഈ ഒരു വ്യാഴാഴ്ചത്തെ അപ്ഡേറ്റിൽ വന്നൊരു കാര്യമായിരുന്നു ഇത് തുർക്കിക്ക് മാത്രമായിട്ട് ഒരു പാക്ക്. അതായത് തുർക്കിഷിലെ ഒരു ലെജൻഡായ ചുൺകൈ സൽനിത, ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഇതിൽ ഈ പ്ലെയർ ഈ ഒരു മാച്ച് കളിച്ചാൽ നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട്. 103ഓളം വരുന്നുണ്ട്. അവൻ്റെ സ്കില്ലെന്ന് പറയുന്നത് വിൽ പവറാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന വിൽ പവർ ഈ പ്ലെയറാണ് ട്വൻകി സാലിനി എന്ന് പറയുന്നത്. നല്ലൊരു ഇത് പാക്ക് തന്നെയാണ്. ഞാൻ ആ പ്ലെയറിന് നിങ്ങളിപ്പോൾ തുർക്കിയിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി എടുക്കാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഈ പാർട്ട് 2 പറയാനില്ല. ഇനി ഇതിന് പാർട്ട് 3 ഇല്ല, പക്ഷേ ഒരു ചൈന എന്ന് പറയുന്നു. അതായത് ഞാൻ പറഞ്ഞു ജപ്പാൻ, തുർക്കി ആൻഡ് ബ്രസീലിലേക്ക് ഇവർ കൊനാമി എന്ന് പറയുന്നത് കൂടുതൽ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു ചൈനയ്ക്ക് വേറെ തന്നെ, കൊനാമി അല്ല എന്നാലും വേറെ തന്നെ ഒരു ഗെയിമാണ്. ആ ഒരു ഗെയിം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് വീഡിയോ വരുന്നതായിരിക്കും അടുത്തായിട്ട് തന്നെ. ആ വീഡിയോയും ഒന്ന് നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.